ഓഡിറ്റിംഗ് യഥാസമയം നടത്തുന്നതിൽ കൺസ്യൂമർ ഫെഡിന് ഗുരുതര വീഴ്ചയെന്ന് സഹകരണ വകുപ്പ്. കഴിഞ്ഞ 6 സാമ്പത്തിക വർഷമായി കൺസ്യൂമർ ഫെഡിൽ ഓഡിറ്റിംഗ് നടക്കുന്നില്ല. ദിനംപ്രതി 15 കോടിയിലധികം ഇടപാടുകൾ നടക്കുന്ന കൺസ്യൂമർ ഫെഡിൽ ഓഡിറ്റ് നടക്കാതിരിക്കുന്നത് ഗുരുതര വീഴ്ചയാണെന്ന് സഹകരണ വകുപ്പ് ചൂണ്ടിക്കാട്ടുന്നു. ഇതിന്റെ രേഖകൾ ജനം ടിവിക്ക് ലഭിച്ചു. ജനം ബ്രേക്കിംഗ് വിവരങ്ങളുമായി രാജീവ് ചേരുകയാണ്. രാജീവ്, നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, വളരെ ഗുരുതരമായൊരു പിഴവ് തന്നെയാണ് കൺസ്യൂമർ ഫെഡിൽ നടന്നിരിക്കുന്നത്. ഇത് സഹകരണ വകുപ്പ് ചൂണ്ടിക്കാട്ടുന്ന ഒരു അവസ്ഥയുമാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദേവിക, ഒരു ഗുരുതരമായ കണ്ടെത്തലിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. പ്രത്യേകിച്ചും കൺസ്യൂമർ ഫെഡിൽ കഴിഞ്ഞ 6 സാമ്പത്തിക വർഷമായി ഓഡിറ്റ് നടക്കുന്നില്ല എന്നാണ് സഹകരണ വകുപ്പ് രജിസ്ട്രാർ കണ്ടെത്തിയിരിക്കുന്നത്. 2016-2017 കാലയളവിലാണ് അവസാനമായി കൺസ്യൂമർ ഫെഡിൽ ഓഡിറ്റ് നടന്നിരിക്കുന്നത്. അതിനുശേഷം ഓഡിറ്റ് നടപടികളൊന്നും കൺസ്യൂമർ ഫെഡിൽ നടന്നിട്ടില്ല. ഇക്കാര്യത്തിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്ന് തന്നെയാണ് സഹകരണ രജിസ്ട്രാർ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രത്യേകിച്ചും ദിവസം 15 കോടിയുടെ ഇടപാടാണ് കൺസ്യൂമർ ഫെഡ് കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നത്. ഇത്രയും വലിയ ഇടപാടുകൾ നടക്കുന്ന ഒരു സ്ഥാപനത്തിലാണ് കഴിഞ്ഞ 6 സാമ്പത്തിക വർഷമായി ഓഡിറ്റ് നടക്കാതിരിക്കുന്നത്. അതായത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം തൊട്ടിങ്ങോട്ട് ഓഡിറ്റ് കൺസ്യൂമർ ഫെഡ് കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നിട്ടില്ല എന്ന ഗുരുതരമായ കണ്ടെത്തലാണ് നിലവിലിപ്പോൾ സഹകരണ രജിസ്ട്രാർ നടത്തിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ഓഡിറ്റ് നടക്കാതിരുന്നത് എന്ന ചോദ്യത്തിന് സംസ്ഥാന സർക്കാരിന് ഇപ്പോഴും ഉത്തരമില്ല. ഇനി ഓഡിറ്റ് കൃത്യമായി നടത്തണമെന്ന ഒരു നിർദ്ദേശം മാത്രമാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. സഹകരണ വകുപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. കൺസ്യൂമർ ഫെഡുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ ഉണ്ട് എന്ന ആരോപണം ഉയർന്നിരുന്നു. മാത്രമല്ല വിജിലൻസ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയതാണ്. മാത്രമല്ല 2013-14 കാലയളവിലെ ചില ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് അന്വേഷണവും നേരത്തെ നടത്തിയിരുന്നു. UDF സർക്കാരിന്റെ കാലത്തും ക്രമക്കേടുകൾ നടന്നത് LDF അന്ന് വലിയ ആയുധമാക്കിയതാണ്. തുടർന്ന് LDF സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. പച്ചക്കറി വാങ്ങിയതിലും അതുപോലെ തന്നെ ഫ്ലോട്ടിംഗ് ത്രിവേണികൾ തുടങ്ങിയതിലും വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ നടന്നു എന്നായിരുന്നു പ്രധാന കണ്ടെത്തൽ. ഇതുമായി ബന്ധപ്പെട്ട വിജിലൻസ് അന്വേഷണം നടന്നെങ്കിലും ഈ തെളിവില്ല എന്ന് പറഞ്ഞ വിജിലൻസ് അന്വേഷണം അവസാനിപ്പിക്കുകയായിരുന്നു. ഇതിലും LDF-ഉം UDF-ഉം തമ്മിൽ ഒത്തുകളി നടന്നു. ചില ഉന്നതരെ സംരക്ഷിക്കാനെന്ന ആരോപണമാണ് പ്രധാനമായും ഉയർന്നിരുന്നത്. ഏതായാലും ഇതിലെല്ലാം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് വലിയ കണ്ടെത്തലിലേക്ക് നിലവിൽ ഇപ്പോൾ സഹകരണ രജിസ്ട്രാർ എത്തിയിരിക്കുന്നത്. 2016-17 സാമ്പത്തിക വർഷത്തിന് ശേഷം ഇങ്ങോട്ട് കൺസ്യൂമർ ഫെഡിൽ ഒരു ഓഡിറ്റിംഗ് പോലും നടന്നിട്ടില്ല. അതായത് 15 കോടിയുടെ ഇടപാടുകൾ നടക്കുന്ന സ്ഥാപനത്തിൽ ദിനംപ്രതി 15 കോടിയുടെ ഇടപാടെന്ന് പറയുമ്പോൾ ഓരോ മാസം പരിശോധിക്കുകയാണെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകളാണ് കൺസ്യൂമർ ഫെഡിൽ നടക്കുന്നത്. അത്തരമൊരു സ്ഥാപനത്തിലാണ് ഇതുവരെ ഓഡിറ്റിംഗ് നടന്നിട്ടില്ല എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ ഓഡിറ്റിംഗ് നടന്നു കഴിഞ്ഞാൽ കൂടുതൽ ക്രമക്കേടുകൾ കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടാകും. അത് പല ഉന്നതരിലേക്കും നീളാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഏതായാലും ഈ സഹകരണ വകുപ്പിന്റെ റിപ്പോർട്ട് പ്രസക്തമാകുന്നത്. ഇനി ഓഡിറ്റ് നടത്തണമെന്ന് പറയുമ്പോൾ പോലും നേരത്തെ ഉണ്ടായിരുന്ന ചില ക്രമക്കേടുകൾ ഇതിനകം മറച്ചിട്ടുണ്ടാകാമെന്നാണ് ആരോപണം ശക്തമായി ഉയരുന്നത്. ദേവിക, രാജീവ്, നമുക്കറിയാം ഉത്സവകാലങ്ങളിൽ പോലും ജനങ്ങൾക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കളോ മറ്റവശ്യ സാധനങ്ങളോ കിട്ടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. നെട്ടോട്ടം ഓടുന്നൊരു കാഴ്ച നമ്മളെല്ലാവരും കണ്ടതാണ്. റിപ്പോർട്ടുകൾ കൃത്യമായി തന്നെ പങ്കുവയ്ക്കുകയും ചെയ്തതാണ്. ഈ ഒരു അവസരത്തിൽ ശരിക്കും ജനങ്ങൾ പൊറുതിമുട്ടി, പല വകുപ്പുകൾ എടുത്ത് നോക്കിയാലും ജനങ്ങൾ പൊറുതിമുട്ടുന്നൊരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഗുരുതരമായൊരു വീഴ്ച കണ്ടെത്തിയത് എന്നുള്ളതൊരു നിർണായകമായൊരു വിവരം തന്നെയാണല്ലേ? തീർച്ചയായും ദേവിക, കൺസ്യൂമർ ഫെഡുമായി ബന്ധപ്പെട്ട് ആദ്യമായല്ല ഇത്തരത്തിൽ ക്രമക്കേടുകളോ ആരോപണങ്ങളോ വരുന്നത്. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്താണ് ഏറ്റവും കൂടുതൽ ക്രമക്കേടുകൾ കൺസ്യൂമർ ഫെഡ് കേന്ദ്രീകരിച്ച് നടന്നത് എന്ന ആരോപണം ശക്തമായിരുന്നു. അത് അന്ന് ഉന്നയിച്ചിരുന്നത് LDF തന്നെയാണ്. പ്രതിപക്ഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ ഒന്നായിരുന്നു കൺസ്യൂമർ ഫെഡ് കേന്ദ്രീകരിച്ചുള്ള അഴിമതികൾ. അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം വേണമെന്ന് പല ഘട്ടങ്ങളിലും പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നു. മാത്രമല്ല LDF അധികാരത്തിലെത്തിയതിനു ശേഷമാണ് വിജിലൻസിനെ കൊണ്ട് ക്രമക്കേടുകളെ കുറിച്ച് അന്വേഷണം നടത്തിയത്. അന്ന് കൺസ്യൂമർ ഫെഡ് MD ആയിരുന്ന ആളുകളെ ഉൾപ്പെടെ ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരികയും ചെയ്തിരുന്നു. പച്ചക്കറി ഇടപാടുകൾ മാത്രമല്ല, ഓണച്ചന്തകൾ തുടങ്ങുന്നതും ക്രിസ്മസ് ചന്തകൾ തുടങ്ങുന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ നടന്നു. ഇടപാടുകൾ സുതാര്യമായിരുന്നില്ല എന്ന കണ്ടെത്തലിലേക്കായിരുന്നു ആദ്യഘട്ടത്തിലൊക്കെ വിജിലൻസ് എത്തിയത്. പിന്നീട് ഈ അന്വേഷണം പൂർണ്ണമായും അട്ടിമറിക്കുന്ന സാഹചര്യമുണ്ടായി. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചില സ്വാധീന ശക്തികൾ പ്രവർത്തിച്ചു എന്നതിന്റെ തെളിവുകൾ പുറത്തു വന്നത്. അതിനുശേഷവും, അതായത് പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷവും കൺസ്യൂമർ ഫെഡിൽ ക്രമക്കേടുകൾ തുടരുന്നു എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചനയായി തന്നെ നമുക്ക് ഇതിനെ കാണാൻ കഴിയും. കാരണം കൺസ്യൂമർ ഫെഡിൽ ഇപ്പോഴും ഓഡിറ്റിംഗ് നടക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ഒന്നും മറച്ചു വെക്കാനില്ലെങ്കിൽ ഓഡിറ്റിംഗ് നടത്താതിരിക്കുന്നത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. കാരണം
2016-17 സാമ്പത്തിക വർഷത്തൊട്ട് ഇങ്ങോട്ട് കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ കൺസ്യൂമർ ഫെഡ് കേന്ദ്രീകരിച്ച് നടന്നിട്ടുണ്ട്. പച്ചക്കറി വാങ്ങിയതിലും അതുപോലെ തന്നെ അവശ്യ സാധനങ്ങൾ എത്തിച്ചതിലും മറ്റും വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ നടന്നു എന്നാണ് കണ്ടെത്തലിലേക്ക് പോകുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ അത് സർക്കാരിനെ വെട്ടിലാക്കുന്നതാണ്. സർക്കാരുമായി വളരെ അടുപ്പമുള്ള ഉദ്യോഗസ്ഥരെയാണ് കൺസ്യൂമർ ഫെഡിൽ പലപ്പോഴും നിയമിക്കാറുള്ളത്. മാത്രമല്ല ഈ കൺസ്യൂമർ ഫെഡിൽ ചെയർമാൻ സ്ഥാനത്തേക്ക് വെക്കുന്നതും സർക്കാരിന് താല്പര്യമുള്ള ആളുകളെയാണ്. അവരിലേക്ക് ഈ അന്വേഷണം പോകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഓഡിറ്റിംഗ് ഇത്രയും അനിശ്ചിതമായി നീണ്ടതെന്ന വിവരം കൂടിയാണ് പുറത്തേക്ക് വരുന്നത്. മാത്രമല്ല നേരത്തെ തന്നെ പല കോണുകളിൽ നിന്നും ആരോപണം ഉയർന്നിരുന്നു. ഈ കൺസ്യൂമർ ഫെഡിന് ചന്തകൾ ആരംഭിക്കുന്നതിന് അതുപോലെ തന്നെ പച്ചക്കറികൾ വൻതോതിൽ വാങ്ങുന്നതിലും മദ്യവിൽപ്പനയിൽ പോലും ക്രമക്കേടുകൾ ഉണ്ട് എന്ന കണ്ടെത്തലിലേക്ക് എത്തിയിരുന്നു. അത്തരം കാര്യങ്ങളെ സാധൂകരിക്കുന്ന തെളിവുകൾ കൂടി ഈ ഓഡിറ്റിംഗ് നടത്തിയാൽ പുറത്തു വരും. അത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കും. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്രയും വർഷമായി ഇവിടെ ഓഡിറ്റിംഗ് നടക്കാതിരുന്നത് എന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഇടപെടേണ്ട ധനവകുപ്പ് ഇതുവരെ ഇക്കാര്യത്തിൽ ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല എന്ന വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട്. ചിലരെ സംരക്ഷിക്കാനുള്ള ബോധപൂർവമായ ശ്രമം തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ദേവിക, രാജീവ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഓഡിറ്റിംഗ് നടന്നു കഴിഞ്ഞാൽ ചില നിർണായകമായ വിവരങ്ങൾ പുറത്തേക്ക് വരും, അല്ലെങ്കിൽ അത് പൊതുജനം മനസ്സിലാക്കും എന്നൊരു ഭയമുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു ക്രമക്കേട് ഉണ്ടായിരിക്കുന്നതെന്ന് വ്യക്തമാണ്. എന്നിരുന്നാൽ പോലും നമുക്കറിയാം വളരെയധികം ക്രമക്കേട് നടക്കുന്ന ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു മേഖലയാണ് കൺസ്യൂമർ ഫെഡ്. നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കൃത്യമായ സാധനങ്ങൾ കിട്ടുന്നില്ല, അല്ലെങ്കിൽ പഞ്ചസാര പോലും കിട്ടിയിട്ട് മാസങ്ങളായി എന്ന് പൊതുജനം പറയുമ്പോൾ അത് തീരെ നമുക്കറിയാം വളരെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി സർക്കാർ തുടർന്ന് കൊടുത്തിരിക്കുന്ന സപ്ലൈകോ പോലെയുള്ള സ്ഥാപനങ്ങളിൽ ചെന്ന് സംസാരിക്കുമ്പോൾ അവർ പറയുന്നു പഞ്ചസാരയില്ല, അരിയില്ല, അങ്ങനെ പല അവശ്യ വസ്തുക്കൾ പോലും ഇല്ല എന്ന് പറഞ്ഞ് ജനങ്ങൾ മടങ്ങിപ്പോകുമ്പോൾ നമ്മളോട് പോലും അവർ കൃത്യമായി പ്രതികരിക്കുന്നത് സർക്കാരിനെതിരെ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് അവർ പ്രതികരിക്കുന്നത്. കാരണം സർക്കാരിൻ്റെ ധൂർത്ത് ഒരു സ്ഥലത്ത് തുടരുന്നു, ഞങ്ങൾക്ക് കൃത്യമായ ഭക്ഷ്യവസ്തുക്കൾ കിട്ടുന്നില്ല എന്ന് പോലും ജനങ്ങൾ പ്രതികരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്രയും നിർണായകമായ ഒരു വിവരം പുറത്തേക്ക് വരുമ്പോൾ സർക്കാരിൻ്റെ സമ്മർദ്ദം ഉയരും. കാരണം പല കാര്യങ്ങളിൽ മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സർക്കാർ സമ്മർദ്ദത്തിൽ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരം ഒരു നിർണായകമായ വിവരം പുറത്തേക്ക് വരുന്നത്. ദേവിക, ഈ കൺസ്യൂമർ ഫെഡുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ആദ്യമായല്ല ഉയരുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് LDFന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചാരണ ആയുധങ്ങളിൽ ഒന്ന് ഈ കൺസ്യൂമർ ഫെഡ് തന്നെയായിരുന്നു. കൺസ്യൂമർ ഫെഡിൽ ദേവിക സൂചിപ്പിച്ചതുപോലെ അവശ്യ വസ്തുക്കൾ എത്തിക്കുന്നതിലും മറ്റും വ്യാപകമായ ക്രമക്കേടുകൾ നടക്കുന്നു, അവശ്യ വസ്തുക്കൾ എത്തിക്കുന്നില്ല എന്ന തരത്തിലുള്ള ആരോപണങ്ങളായിരുന്നു ശക്തമായി ഉയർന്നിരുന്നത്. അതിനുശേഷമാണ് പിണറായി സർക്കാർ അധികാരത്തിൽ വരികയും ഈ കൺസ്യൂമർ ഫെഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വിജിലൻസിനെ കൊണ്ട് അന്വേഷണം നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. ഈ വിജിലൻസിൽ പച്ചക്കറി മൊത്തത്തിൽ വാങ്ങിയത് മാത്രമായിരുന്നില്ല അന്ന് അന്വേഷണ പരിധിയിൽ കൊണ്ടുവന്നത്. ഈ ത്രിവേണിക്ക് വേണ്ടി ഫ്ലോട്ടിംഗ് ബോട്ടുകൾ വാങ്ങിയതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടന്നു. അത് ഉപയോഗിച്ചില്ല എന്ന തരത്തിലുള്ള കണ്ടെത്തലിലേക്ക് വരികയും ചെയ്തിരുന്നു. മാത്രമല്ല കെട്ടിടങ്ങൾ എടുത്തതിൽ വ്യാപകമായ ക്രമക്കേടുകളുണ്ട് എന്ന് കണ്ടെത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടൊക്കെയാണ് വിജിലൻസ് അന്വേഷണം വ്യാപകമായി നടന്നിരുന്നത്. പക്ഷേ ആ വിജിലൻസ് അന്വേഷണം പിന്നീട് അട്ടിമറിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. തെളിവില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിജിലൻസ് അന്വേഷണം അവസാനിപ്പിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഈ ഓഡിറ്റിംഗും കൺസ്യൂമർ ഫെഡിൽ നിലച്ചിരിക്കുന്നത്. അതായത് ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം വിജിലൻസിനെ കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ അന്വേഷിക്കുന്നു. പക്ഷേ അതിനുശേഷം ഈ വിജിലൻസ് അന്വേഷണം തന്നെ നിലയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു. അതിനുശേഷം ഈ ഓഡിറ്റിംഗും നിലയ്ക്കുന്നു. തീർച്ചയായും ആരെയൊക്കെയോ സംരക്ഷിക്കാനുള്ള കൃത്യമായ ഇടപെടലാണ് ഈ ഓഡിറ്റിംഗ് അട്ടിമറിച്ചത് എന്നാണ് ഉയരുന്ന ആരോപണം. അതിൽ തന്നെ ഏറ്റവും പ്രധാനം ഈ 2016-2017 സാമ്പത്തിക വർഷത്തിന് ശേഷം 6 സാമ്പത്തിക വർഷമാകുന്നു. ഇതുവരെ ഈ 6 സാമ്പത്തിക വർഷത്തിൽ ഒരു തവണ പോലും ഈ കൺസ്യൂമർ ഫെഡിൽ ഓഡിറ്റിംഗ് നടന്നിട്ടില്ല. കോടികളുടെ വിൽപ്പനയും അതുപോലെ വാങ്ങൽ നടക്കുന്ന ഒരു സ്ഥാപനം. നമുക്കറിയാം ഈ വാങ്ങൽ പലപ്പോഴും നടക്കുന്നത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നാണ്. ഇതര സംസ്ഥാനങ്ങളിലെ മൊത്ത വിതരണക്കാരിൽ നിന്നാണ് കൺസ്യൂമർ ഫെഡ് സാധനങ്ങൾ വാങ്ങി സൂക്ഷിക്കുന്നത്. ഇവിടെയൊക്കെ വലിയ ക്രമക്കേടുകൾ നടക്കാനുള്ള സാധ്യതയുണ്ട്. ഓഡിറ്റിംഗിൽ കൂടി മാത്രമേ ഇത് കണ്ടെത്താൻ കഴിയൂ. അതും അതാത് വർഷങ്ങളിൽ ഓഡിറ്റിംഗ് നടത്തിയില്ലെങ്കിൽ ഈ കണക്കുകളിൽ കൃത്രിമത്വം കാണിക്കാൻ എളുപ്പമാണ്. കാരണം ഈ അവശ്യ സാധനങ്ങളാണ് വാങ്ങുന്നത്, പലതും നശിച്ചുപോയി എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രേഖകൾ ഉണ്ടാക്കാൻ കൺസ്യൂമർ ഫെഡിന് കഴിയും. അതുകൊണ്ട് തന്നെയാണ് അതാത് വർഷങ്ങളിൽ അതാത് സാമ്പത്തിക വർഷങ്ങളിൽ തന്നെ ഓഡിറ്റിംഗ് നടത്തേണ്ട സാഹചര്യമുള്ളത്. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് കഴിഞ്ഞ 6 സാമ്പത്തിക വർഷമായി ഒരു ഓഡിറ്റിംഗ് നടന്നിട്ടില്ല എന്ന് കണ്ടെത്തുമ്പോൾ അത് ഗുരുതരമായ വീഴ്ച തന്നെയാണ്. വീഴ്ച മാത്രമല്ല, ഗുരുതരമായ എന്തൊക്കെയോ ക്രമക്കേടുകൾ മറച്ചുവെക്കാനുള്ള നീക്കമായി തന്നെ അതിനെ പരിഗണിക്കേണ്ടി വരും. ദേവിക, തിരുവനന്തപുരത്ത് നിന്ന് സമഗ്രമായ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു R. രാജീവ്.